കണ്ടിന്യൂറ്റി പിന്നെ പക്കയാണ് ചേച്ചി. ജൂനിയേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടോ? ആ ഒരു 19 പേര് കാണും. പിന്നെ ഉപേസ് നമ്മുടെ സ്ഥിരം പുള്ളിക്കാരി ഡയലോഗ് ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും പേരല്ലേ നേരത്തെ കടയിലായിരുന്നു? ഇതൊക്കെ ഇപ്പോഴാണോ നോക്കണേ? നേരത്തെ പറഞ്ഞല്ലേ ചെയ്യാൻ. ചീത്ത കേട്ടിട്ടില്ല ചേച്ചി ക്യാമറയിലേക്ക് നോക്കില്ല കേട്ടോ. ആരും ക്യാമറയിലേക്ക് നോക്കല്ലേ? ആരും ക്യാമറയിലേക്ക് നോക്കല്ലേ? ചേട്ടാ ഓക്കെ അല്ലേ? സാറാ ഇത് എവിടെയായിരുന്നു? ചാടിച്ചാടി നിൽക്കും, നമുക്ക് തീർക്കണ്ടേ? ചോടിച്ചോട്ട് നിൽക്കാൻ ഞാൻ സാറിനെ ഒന്ന് വിളിച്ചോ, ചെല്ലു. വിളിച്ചു. ഗുഡ് മോർണിംഗ് സാർ. കസേര കസേര ഇരിക്കണം സാർ. ഏതാ സീനാ? സീന് പറ. സാറാ സീനൊന്ന് പറഞ്ഞോളൂ. സാർ നമ്മളിപ്പോ കപ്പലണ്ടി വറക്കണ സീനാ എടുക്കണേ. എന്തോ കപ്പലണ്ടി വറക്കണ സീൻ. ആ കപ്പലിന്റെ എവിടെ ഓർക്കും? ദാ അവിടെ ആ സൈഡില്. അവിടെ കപ്പലിന്റെ റെഡിയാണ്. ആ റെഡിയാ റെഡിയാ സാർ. റെഡിയാണ് സാർ. അത് ചേച്ചി ശരി. സാർ ആ നൈറ്റ് സീൻ നമുക്ക് രാത്രി ഏതാ? രാത്രി ഒന്നുമില്ല സാർ, രാത്രി ഒന്നുമില്ല. രാത്രി ഒന്നും വെച്ചോളല്ലേ, ഒരു കണക്കിനാണ് കൊണ്ടുവന്നത്. ആദ്യം അവിടെ പിന്നെ കടയിൽ. മോഹൻജി ഓ റെഡിയല്ലേ? റെഡി റെഡി. നമ്മൾ കാരണമാണല്ലോ ലേറ്റ് ആയത്. ആ ക്രൈം പോകട്ടെ. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന്. അപ്പം എവിടെയാണ് കപ്പലണ്ടി? മാറിയിക്കണ ചെക്ക. സാർ ചൂടുണ്ടോ? ഗ്ലാസ് ഇല്ല സാർ, കൈ പൊള്ളൂ. ഇത് ഇങ്ങനെ കാണിച്ചാൽ മതി. സാർ ഓക്കെ അല്ലേ? ഓക്കെ എടുക്കാം. ഓക്കെ റോൾ ക്യാമറ ആക്ഷൻ. നിന്നോട് ഞാൻ കണ്ടിന്യൂറ്റി നോക്കാൻ പറഞ്ഞല്ലേ? ആള് വാച്ച് ഇട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞാണ് ചേച്ചി വാച്ചുരാം. പുള്ളി വരില്ല. നല്ല അടിപൊളിയായിട്ട് വറുക്കണം. ആള് പറ്റില്ല. Cut it. കൊള്ളാം സാർ. കേക്ക് ഓക്കെ. അടിപൊളി അടിപൊളി, നന്നായിട്ട് വറുത്തു, അടിപൊളിയായിട്ടുണ്ട്. സാർ ഓക്കെ അല്ലേ സാർ? വാച്ച് എങ്ങനെയുണ്ടോ സാർ താൻ ഓക്കെ അല്ലേ? അടിപൊളി സാർ, നന്നായിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. പക്ക ഓക്കെ. അടിപൊളി. ഓക്കെ അല്ല ഓക്കെ അല്ല വാച്ച്. അതെന്താ കപ്പലിൽ കച്ചവടക്കാരെ വാച്ച് കിട്ടാറില്ലേ? മോളെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് സാധനമുണ്ട്. പിള്ളേർ വട്ടമിട്ട് അങ്ങ് പിടിക്കും. അതല്ല സാർ, കഴിഞ്ഞ സീനിൽ വാച്ച് ഇല്ലായിരുന്നു. എന്നൊരു കാര്യം ചെയ്യാം, ആ സീൻ വാച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് എടുക്കാം. സാർ അത് ഓക്കെയാണ് സാർ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല സാർ, ഓക്കെയാണ് സാർ. ഒരു വാച്ചിന്റെ കേസല്ലേ, എന്തൊന്നും സാറാ എന്തോരം മണ്ടത്തങ്ങൾ കാണിക്കുന്നു നമ്മൾ. ഓരോരുത്തർ ഓരോന്ന് എഴുതി പണിയുണ്ടാക്കാം. അടുത്ത സീന് 30. ആ ഇത് തന്നെ. കളിയോ? ആ എന്നാ പിന്നെ കളിക്കാം. ഞെക്കെഴുതില്ല. അതുകൊണ്ട് ആരെയും നോക്കാം. ഹലോ ഹലോ മോളെ കേൾക്കാമോ? കേക്കല്ലേ? മോളെ തിരക്കിലാണോ നീ? ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പപ്പ പറ. മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനോ പപ്പ വിളിച്ചു. മമ്മിയുടെ അടുത്ത് ആ കഥകൾ നിർത്തി അടങ്ങിക്കാൻ പറഞ്ഞേ. മോളെ 8ാം ക്ലാസ്സിൽ ഒരു ബോയ് ഫ്രണ്ട്, 10ാം ക്ലാസ്സിൽ വേറൊരു ബോയ് ഫ്രണ്ട്. അങ്ങനെ ആയിരുന്നല്ലോ നിന്റെ ഒരു പോക്ക്. എടി 10-25 വയസ്സായില്ലേ? അന്നത്തെ ശുഷ്കാന്തി ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇപ്പൊ ആരെങ്കിലും വേണമെന്നാണ് പപ്പ പറയണേ. നീ തന്നെ ഏതെങ്കിലും ഒരുത്തിനെ കണ്ടുപിടിച്ചു വരുമെന്നുള്ള പപ്പയുടെ വിശ്വാസത്തെ മോള് തകർക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ വിശ്വാസികളല്ലേ. 6 മാസം ഡെഡ്ലൈൻ തരും. ആരെങ്കിലും നീ ഉടനെ കണ്ടുപിടിച്ചു വന്നോണം. ഇല്ലെങ്കിൽ നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കും. കേട്ടല്ലോ? സാർ മനുവിന് സീനെന്ന് പറഞ്ഞു. സാറാ പപ്പ ഞാൻ വിളിക്കാം, ഇവിടെ കുറച്ച് പണിയുണ്ട്. ഓ ശരി മോളെ. സാറാ മറ്റേ ആ നായകന്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്ന പയ്യനുണ്ടല്ലോ, അവന്റെ പേര് മനു. ആ മനു. അവന് സീനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന് ചെന്നു പറഞ്ഞു കൊടുത്തിട്ടോ. എടാ സീനും തന്നെ. റോബി, നമ്മൾ അടുത്ത സീൻ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാറാ അടുത്ത സീനൊന്ന് പറഞ്ഞു കൊടുക്കും.
സീൻ 24 നൈറ്റ്. എക്സ്റ്റീരിയർ കാർഡ്. ദൂരെ ഒരു രൂപം. ദൂരെ ഒരു രൂപം. നിലാവിൽ പോലും നിഗൂഢത. ഒരു ചെറിയ ശബ്ദം പോലും അയാളെ പ്രകോപിതനാക്കുന്നു. എന്താ പപ്പ, ഒരു സീൻ എഴുതാൻ സമ്മതിക്കൂല? ആദ്യം നീ ഞാൻ പറഞ്ഞ സീൻ കംപ്ലീറ്റ് ചെയ്യേ, നായകനെ കണ്ടുപിടിക്കേ. എനിക്ക് ഒരു 1.5 കൊല്ലം ടൈം തന്ന ഈ സിനിമയും ചെക്കിനൊക്കെ ഞാൻ റെഡി ആക്കാട്ടോ. ഇപ്പൊ ഈ വിഷയം നമുക്ക് ഇവിടെ വിടാം. ഓക്കെ പപ്പ, ദേ ഗായത്രി വന്നു. പിന്നെ നാളെ വിളിച്ച് ബാക്കി ഉപദേശം തന്നാൽ മതി. ഞാൻ ചെല്ലട്ടെ. ഓക്കെ ബൈ. ഒരെണ്ണമായിട്ടുള്ളൂ. ഒരു പെക്കും കൂടി കഴിച്ചോളെ. ശരി മോളെ, താങ്ക് യു. അവിടെ വെക്കടി. താങ്ക് യു മോളെ. ഈ കഥയൊക്കെ അടച്ച് കൊതുകടിയും കൊണ്ട് ആരോടാണ് കത്തി? പപ്പയുടെ അല്ലാണ്ട് ആരോടോ? എന്താ പരിപാടി? ക്ലൈമാക്സ് ഒക്കെ തിരുത്തിയോ? കുഴപ്പമില്ല. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ പരിപാടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലെങ്കിലേ ആ മൂവിച്ചിട്ടുള്ള പിള്ളേർ കീറ് കൊടുക്കും. നീ മറ്റേ കൊറിയൻ പടം ഒന്നും കണ്ട കോപ്പി അടിച്ചതല്ലെങ്കിൽ മറ്റേ ഫോറൻസിക് സർജൻ ഇല്ലേ, ഞാൻ ആളുടെ നമ്പർ തരാം. നീ ഒന്ന് പോയി കണ്ടോക്ക്, സെറ്റാവും. ഓക്കെ. വേണം? കഴിച്ചു? വേണ്ട, കഴിച്ചു. ഇത് കഴിക്ക്. ഇത് കഴിച്ചേ. ഒരു ചെറിയ ബൈറ്റ്. ആ കഴിക്ക്. എടാ ഇത് കഴിക്കടാ. എന്നാ നീ കഴിച്ചോ? വേണ്ട, എനിക്ക് ബുൾസേ മതി. പിന്നെ ബുൾസൈ ഒന്നും പിടിക്കില്ല. അത് തുടരുത് മോളെ, തുടരുത്. അത് വീഴും. തുടരുത്. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ സന്ധ്യ ഫിലിപ്പ്? അത് ഞാനല്ല, എൻ്റെ പെങ്ങളാ. അത് മനസ്സിലായി ചേച്ചി. ഐ മീൻ മാഡം വീട്ടിലില്ല, വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പോ വരും. നിങ്ങൾ കയറിയിരിക്കേ, വരുമെന്ന് പറഞ്ഞിരുന്നു. ഈ പിള്ളേരെ നോക്കുന്നവരൊക്കെ സമ്മതിക്കണം. എന്തൊരു കുരുപ്പുകളാണ്. ഇരിക്കി. ഹിതൈവാൻ, ഇത് ഷാ, ഞാൻ ജീവൻ. ബാംഗ്ലൂരിലെ നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. താനാ ഐവാനും നോക്കൂ, ഞാൻ തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഓക്കെ? എടോ, പാല് തീർന്നു പോയി. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. 5 മിനിറ്റ്. ഈ പിള്ളേരെ നോക്കണേ. അയ്യോ അതെ, എനിക്ക് പിള്ളേരെ നോക്കാൻ അറിയില്ല. ഇതിലും ഭേദം കോർപ്പറേറ്റുകളുടെ അടിമപ്പണിയാണ്. MP பிள்ளையானாலும் MLA பிள்ளையானாலும் 6 மணிக்கு மேலே காட்டுக்குள்ளே அனுப்ப முடியாது. ஏன் வேலை பண்ணாலும் பரவாயில்ல. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സ്റ്റേ അടിക്കേണ്ടി വരും. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇവിടെ ഹോസ്റ്റലാണ്. എനിക്കും പ്രശ്നമില്ല. ഓ, അപ്പൊ എനിക്കാണ് പ്രശ്നം. പുലി ഇറങ്ങിയ അമ്മച്ചി, പുലി അല്ലല്ല, ആന. അയ്യേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ഹോട്ടലാന്നേ. ഓ ആയിക്കോട്ടെ. ഓ എൻ്റെ അമ്മോ, നിന്നെ ഒന്ന് സൂക്ഷിച്ചോളാൻ അമ്മച്ചി പറഞ്ഞേ. ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ. ഇൻ കേസ് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തടയാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം മുൻകൂട്ടി കാണാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. ഇതും ഒബ്സർവേഷൻ്റെ ഒരു ഭാഗമാണ്. ഇതൊരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരും.
സ്വിച്ച് ഇട്ടില്ല. അയ്യോ സ്വിച്ചിട്ടാലേ കൗണ്ട് പറയും. അതിന് നിനക്കെന്തിനാ കൗണ്ട്? ശരിയാണല്ലോ. അപ്പൊ ഇനി മുതലേ സ്വിച്ച് ആക്കാം. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് മാത്തിന് പോലും മനസ്സിലായില്ല. അപ്പോഴല്ലേ ഈ 60 കഴിഞ്ഞ് റീത്താമയ്ക്ക്. എന്റെ കണ്ണിന് കുറച്ച് കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. എന്റെ മുന്നിൽ നിന്ന് എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നായോ? അമ്മച്ചി അതിന് മാത്രം ഞങ്ങളൊന്നും മിണ്ടിപ്പോവരുത്. എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാനേ ഉള്ളൂ ബുദ്ധിമുട്ട്. അവരെന്ത് ചെയ്യായിരുന്നു മനസ്സിലാക്കാനൊക്കെ നിന്റെ അപ്പന്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞവളാ ഞാൻ. ഞാനിനി വഴിക്കില്ലട്ടോ. നിനക്ക് എത്ര വയസ്സായി? ഈ സെപ്റ്റംബറിൽ 32. പെറ്റതള്ളെ വയസ്സ് ഓർമ്മിപ്പിക്കുന്നോടാ. കൊച്ചെ നിനക്ക് എത്ര വയസ്സായിരുന്നു? 25. നിന്റെ തന്തേ തള്ളെ വിളിച്ചൊന്ന് പറഞ്ഞേര്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനി നാട്ടുകാരെ കൂടെ കാണിക്കാനാണോ ബാൽക്കണി പോയി നിൽക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല. എന്താ കല്യാണം അതൊന്നും നടക്കൂല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പിന്നെ 1 ഇയർ എങ്കിലും എനിക്ക് ടൈം വേണമെന്ന്. ഇതിപ്പം എൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ പടമാണ്, അതൊരു നിലയ്ക്ക് എത്തിക്കേണ്ടതൊന്നും ശരിയാവില്ല. ഓക്കെ, എൻ്റെ ആദ്യത്തെ പടം അതെല്ലാം ശരിയായാൽ എല്ലാ പണിയും തീരാൻ എത്ര സമയം വേണം? മിനിമം 2 ഇയർ എങ്കിലും എടുക്കും. അതെല്ലാം ഓക്കെ ആയാൽ 2 വർഷം കൊണ്ട് അമ്മച്ചി എന്നെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിച്ചുവിടും. എന്നാ നീ വേറെ പോകട്ടെ. അതല്ല ജീവ, ഇപ്പം കല്യാണം കഴിഞ്ഞതെല്ലാം മാറും. ഇപ്പം നിന്നെ എന്നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കല്യാണം കഴിഞ്ഞാൽ നിന്റെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കൾ മൊത്തം ശല്യമായിരിക്കും. എൻ്റെ പണിയൊന്നും നടക്കൂല. എടോ, തനിക്ക് എന്നെ ഇഷ്ടമാണോ? ആ, നമ്മൾ പരിചയപ്പെട്ടിട്ട് അധികാലമായില്ല എന്നുള്ളൊരു പ്രശ്നമാണോ? അല്ല. ഒബ്സർവേഷൻ പീരീഡിൽ എൻ്റെ പെർഫോമൻസ് മോശമായിരുന്നോ? അല്ല. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ വർക്കിനിടയിൽ നിന്നെ ശല്യപ്പെടുത്തുകയോ വെറുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പം നമ്മൾ വൈകുന്നേരം കുറച്ച് സമയം കാണുന്നു, സംസാരിക്കുന്നു, അവനവൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാലും ഞാൻ മാറാൻ പോകുന്നില്ല, നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പിന്നെ ഇത് കുടുംബക്കാരുടെ വായടപ്പിക്കാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. ನೀನು ನನ್ನನ್ನು ಮದುವೆ ಆಗ್ತಾರ? എന്ത്? Will you marry me, please? നമ്മൾ രണ്ടാളും മാത്രമുള്ള നമ്മുടെ ചെറിയൊരു സ്പേസ്, അവിടെ നിന്നെ ശല്യം ചെയ്യാൻ ആരും വരില്ല. പോരെ? വേറെ പോന്നു കേട്ടില്ല. ഒരു വെറൈറ്റി. നാളത്തെ അഞ്ജലി മേനോനാണ് നമ്മുടെ സാര ചേച്ചി. ജീവൻ ചേട്ടന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. Thank you. കണ്ണൂര് തെറ്റിക്കാൻ ബെസ്റ്റാ. ആ ഹലോ. ആദ്യത്തെ കല്യാണം, ആദ്യത്തെ പടം പൊളിക്കന്നെ. ജീവൻ എട്. നിങ്ങളെന്ത് ഇവിടെ ഇങ്ങനെ മാറിപ്പോ. അപ്പോഴത്തെ കാണാം. മെല്ലെ കുത്തണം, വേറെറ്റ് പോയ പണി വാളും. ജീവ, ഈ വീട് മൊത്തം കണ്ണാടിയാണല്ലോടാ. ഇതൊക്കെ പൊട്ടിപ്പോയില്ലേ? എന്തിനാ എത്ര കാശ് ചെലവാക്കണേ? ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ആ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനെ ഒരു ഐറ്റം. അപ്പൊ കോംപ്രമൈസ്. അതാരാ? ഞാൻ തന്നെ.
മതി അമ്മ മധുരം കഴിച്ചാൽ അല്ലെങ്കിൽ ഇൻസുലിൻ കുടിക്കേണ്ടി വരും കേട്ടോ. ഓ മരുമോള് ഭരണം തുടങ്ങിയല്ലോ റീത്താമ്മേ. നീ എന്റെ തീറ്റയുടെ കാര്യം നോക്കാതെ നീ വല്ലത് കഴിക്കാൻ നോക്ക്. കണ്ടാ പറയുകയല്ല 25 വയസ്സായി. അത് ശരിയാ, ഈ ശരീരം വെച്ചോള് പ്രസവിച്ച ഇവിടെ ആത്മാവ് വരെ പുറത്തു വരും. എടി, ഇക്കാലത്ത് പ്രസവിക്കാൻ വലിയ കരുത്തൊന്നും വേണ്ടടി. വേദനയില്ലാതെ പ്രസവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നീ പേടിക്കണ്ടടി മോളെ. എനിക്ക് പേടിയൊന്നുമില്ല. ആ, ഞാൻ പറഞ്ഞില്ലേ മോക്ക് പേടിയില്ലെന്ന്. അതിന് ഞാൻ പ്രസവിക്കുന്നില്ല. എന്നതാ നീ പറഞ്ഞത്? നീ പ്രസവിക്കത്തില്ലെന്നോ? ആ, എന്റെ കർത്താവേ, ഇവക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നോ? അമ്മച്ചി അവൾ ഉദ്ദേശിച്ചത്. നീ ഉണ്ടായിട്ടാ വിൻസെന്റെ, ഈ കൊച്ചിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞോട്ടാണോ താൻ ഇവിടെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കി? അയ്യോ റീതാം, ഇത് റീതാം ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമല്ല. അല്ലേ, പ്രസവിക്കാത്തത് പ്രശ്നമൊന്നും അല്ലെന്നോ? ഓ എന്റെ കർത്താവേ, എന്റെ മോളെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ നീ? എന്നതാ അതിന്റെ പ്രശ്നം? യൂട്രസിനോ മറ്റോ ആണോ കുഴപ്പം? ആ, കണ്ട ബ്രോയിലർ ചിക്കനൊക്കെ കഴിച്ചിട്ടേ നാട്ടിലെ സകല പെണ്ണുകൾക്കും കുഴപ്പാ. ഇത് നിങ്ങൾ പറയണ പോലെ യൂട്രസിന്റെ സെർവിക്സിന്റെ പ്രശ്നമല്ല. ഇത് എന്റെ അല്ല, ഞങ്ങളുടെ തീരുമാനമാണ് കുട്ടികളെ വേണ്ടെന്നുള്ളത്. അല്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ പാടെ എല്ലാരും പറയുന്ന കാര്യമില്ലയോ? ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളൂന്നേ. എന്റെ കർത്താവേ, അയ്യോ, എനിക്കിതൊന്നും താങ്ങാൻ മേലായേ മാതാവേ. അമ്മ ഇതിപ്പോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച തീരുമാനിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. ഇവർക്കിപ്പോ കരിയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ ഇമ്പോർട്ടന്റ്. അതൊക്കെ മാറുന്ന ഒരു കാലത്ത് മതി. പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോ. എടാ ജീവ, നിനക്കും കൊച്ചുങ്ങൾ വേണ്ടെന്നാണോ? അമ്മച്ചി, ഈ വിഷയം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. കൊച്ചുങ്ങളെ വളർത്തുന്നൊക്കെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വലിയ ഉത്തരവാദിത്വം. കൊച്ചുങ്ങളെ പിറന്നത് നോക്കുന്നൊക്കെ അവളല്ലയോടാ. നിനക്ക് എന്നാ ഉത്തരവാദിത്വം? നിനക്ക് വൈകുന്നേരം വന്ന് ആ കൊച്ചുങ്ങളും ഒക്കെ ആയിട്ടൊന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുക, അല്ലാതെ തന്നെ. അതെ, കൂടുതൽ ഉത്തരവാദിത്തം ആൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഡിസിഷൻ സാറുടെയാണ്. ആ, ഇത് പ്രശ്നം യൂട്രസിന്റെ അല്ല, ഇത് മറ്റേതാണ്, ഫെമിനിസം. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞ എനിക്ക് വേണ്ടിട്ടാണോ? ഇന്നത്തെ നാളെ നോക്കാം. കൊള്ളാം, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നം അതല്ല, ഇതാര് ഡയറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സി, ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം എ സെക്സിസ്റ്റ് ആൻഡ് ഓൾ, ഓക്കെ? ഒന്നാമത് തൻ്റെ ആദ്യത്തെ പടമാണ്, ആൻഡ് ഇറ്റ്സ് നോട്ട് എ സ്മോൾ മൂവി, ഇറ്റ്സ് എ ബിഗ് വൺ. മാത്രമല്ല, താനൊരു പെൺകുട്ടിയാണ്. യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. സർ, ശരിയാണ്, എൻ്റെ ആദ്യത്തെ പടമാണ്. പക്ഷേ ഇതിനു മുമ്പ് 3 പടത്തിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ഇത്ര പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ വെച്ച് സാറ് പടം ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ശരിയാണ്, തനിക്കിത് ചെയ്യാനുള്ള കഴിവ് കാണുമായിരിക്കാം. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു കൺവിൻസ് ദ എൻറ്റയർ ടീം. താനൊരു കാര്യം ചെയ്യും, ഈ സ്ക്രിപ്റ്റ് എനിക്ക് താ. നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറെ വെച്ച് ഇത് ചെയ്യിക്കാം. ആൻഡ് യു വിൽ ബി ദ സ്ക്രിപ്റ്റ് റൈറ്റർ. നമുക്കിത് നോക്കാടോ. നമുക്ക് എന്നിട്ട് നെക്സ്റ്റ് പടം താൻ ചെയ്തോ.
അപ്പൊ ഒരിക്കൽ കൂടെ കൺഗ്രാറ്റ്സ്. അപ്പോഴേ നിന്റെ പ്രൊമോഷൻ ഡയലോ എപ്പോഴാ? താരാടാ. തന്നാ മതി. കണ്ടാ, കല്യാണം കഴിഞ്ഞ് 4 മാസമായിട്ടുള്ളൂ അവൻ വരെ കഴിവ് തെളിയിച്ചു. നീ നടന്നോ? എടാ ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നും അല്ല. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എനിക്കിഷ്ടമല്ല ഈ കൊച്ചുങ്ങളുടെ അപ്പയും മൂത്രവും കോരാൻ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി. വന്ന് നിന്റെ അമ്മ എന്റെ മമ്മിയാണ് വിളിക്കണത് പരാതി പറയാനായിട്ട്. പാവം. ഓ നീ ഒന്ന് അതിങ്ങ അയച്ചേ. താങ്ക് യു താങ്ക് യു. ചെയ്യടാ. ആ ഡാർക്കാണല്ലോ മച്ചാനെ. ഒന്ന് പോയേ. എണീറ്റേ. നീ ഇപ്പൊ കുളിച്ചിട്ടോ? എനിക്ക് തലവേദന എടുക്കും. എഴുന്നേക്കല്ലേ. വാ ഇപ്പൊ ശരിയാക്കി തരാം. വാ, വാ. എങ്ങോട്ടാ? അതൊക്കെയുണ്ട്. Cheers. എന്തായാലും ഈ ഹൈക്കൊരു ആശ്വാസമായി. അത് ശരി. ഞാൻ ഈ പെരുവഴിയായി നിൽക്കുമ്പം പ്രൊമോഷന്റെ കുറ്റബോധം മാറ്റാനാണല്ലേ ഈ കുപ്പി. നീ എന്താണ് ഒരു മാതിരി? ആർക്ക് കിട്ടിയാലെന്താ, നമ്മുടെ കാശല്ലേ. എന്നാ എനിക്ക് ഈ പീറോ ബീറൊന്നും പറ്റില്ല. നീ എന്നെ റാഡസിം ബ്ലൂവിൽ കൊണ്ടുപോകണം നിന്റെ ചെലവിൽ. ഓക്കെ? നീയേ ഡയറക്റ്റ് ചെയ്താൽ മതി, അഭിനയിക്കണ്ട. എന്തോരം നാളാടാ ഞാൻ ഈ പടത്തിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പാതി എക്സ്പീരിയൻസും കഴിവുള്ളവന്മാരൊക്കെ ഇതേ സെക്കൻഡ് പടം അനൗൺസ് ചെയ്തു. സിനിമയിലടി ശരിയാവുന്നേ. ആ റോബി ഫ്രീ ആണെങ്കിൽ അടുത്ത പടത്തിൽ അസോസിയേറ്റഡ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോയാലോ ആലോചിക്കാം. നമ്മളിനി അസ്റ്റ് ഇല്ലെന്ന് ഉറപ്പിച്ചല്ലേ. അതെ മതി മതി മതി. ഇനി അടിച്ചിനി ഓവറാക്കണ്ട. കുറച്ചുകൂടെ. വാ 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 വാ. ഇതാണ് പറയണത്, വയററിഞ്ഞു കുടിക്കണം. മതി 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 മതി. ഇനി ഇവിടെ ഒന്ന് ഓവറാവും, ചളവാവും. വാ. വാ. ഹലോ സാറാ, ദിസ് ഈസ് മീ സന്ദീപ്, പ്രൊഡ്യൂസർ സന്ദീപ്. ആ പറയൂ സർ. എന്ത് ഉറക്കമാടൂ, എത്ര തവണ വിളിച്ചു. സാർ ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. തൻ്റെ കഥ ഞാൻ നമ്മുടെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു. അവനത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ പടം ചെയ്യാടോ. സാർ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് ഞാൻ തരില്ല. താൻ ആ സ്ക്രിപ്റ്റ് തരുമൊന്നും വേണ്ട, ഇതൊന്ന് സംവിധാനം ചെയ്ത് തന്നാൽ മതി. അല്ല അപ്പൊ സാർ ഇന്നലെ പറഞ്ഞത്? ഇന്നലത്തെ കാര്യം ഇന്നലെ. നാളെ താൻ ഓഫീസിൽ വരികയാണെങ്കിൽ എഗ്രിമെന്റ് ഒപ്പുവയ്ക്കാം. ഇപ്പോൾ 1-2 പ്രോജക്ട്സ് റോളിംഗ് ആണ്, അത് കഴിഞ്ഞ ഉടനെ ഷൂട്ടിംഗ്. സൈ ഒരു 6 months താൻ തകൃതിയായിട്ട് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയോ? ശരി സർ, താങ്ക് യു താങ്ക് യു സർ. ഓക്കെ. മുട്ടയില്ലടോ. എനിക്ക് 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 എന്റെ പ്രൊഡ്യൂസർ സെറ്റായി. പ്രൊഡ്യൂസർ റെഡിയായി. പ്രൊഡ്യൂസർ എവിടെ? സിനിമ ഓണാൻ പോണു. പ്രൊഡ്യൂസർ റെഡിയായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരു 1.5 ബിയർ അടിച്ചതിന് എന്തൊരു ഓവറാക്കലാടോ.
സാധാരണ നൈറ്റ് തന്നെ വാള് വെച്ച് തീർക്കുന്നതാണല്ലോ. ഇതെന്താണാവോ സംഭവിച്ചത്? ഓ, എടോ താൻ ഓക്കെ അല്ലേ? ലാസ്റ്റ് പീരീഡ്സ് എന്നായിരുന്നു? ഡേറ്റ് ഓർമ്മയില്ല. 2 മാസം മുമ്പാന്ന് തോന്നുന്നു. 60 days. വേറെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ? ഇല്ല ഇല്ല. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം, പിന്നെ 1-2 ബ്ലഡ് ടെസ്റ്റും. അത് ചെയ്തിട്ട് വന്നോളൂ. ഓക്കെ. അടുത്ത ആളെ വിളിക്കാം. വെൽക്കം ടു ദ ക്ലബ് മാൻ. കൺഗ്രാറ്റ്സ് ബോബി. അർജുൻ എൻ്റെ കൊളീഗ. ഇത് നിഷ. ആ നിഷ. ഹാഫിസ് ഡോക്ടറെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. വൈഫിന് എങ്ങനെയുണ്ട്? രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒടുക്കത്തെ ഛർദ്ദിൽ. ഭക്ഷണത്തിന് മണം കിട്ടിയാൽ മതി, അപ്പം തുടങ്ങും. വന്നൊരു ട്രിപ്പ് ഇട്ടിട്ട് പോകാന്ന് വെച്ചു. ഞങ്ങൾ ഹാഫിസ് ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. അടിപൊളി മനുഷ്യനാട്ടോ. അല്ലെങ്കിൽ ഈ ഗൈനക്കോളജിയിൽ ആണുങ്ങൾ കുറവാണെങ്കിലും ഉള്ളവന്മാരൊക്കെ പുലികളോ. നമ്മളെക്കാളും നന്നായി നമ്മുടെ ഭാര്യയുടെ സൈക്കോളജി മനസ്സിലാക്കികളെ. എന്നാ പിന്നെ കാര്യം നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി, പോവാം. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം കുറ്റകരവും നിയമപരവുമായ ശിക്ഷാർഹവുമാണ്. ലിംഗനിർണ്ണയം ഇവിടെ നടത്തുന്നതല്ലോ. ഏത് വിളിക്കാണ് ഇതൊക്കെ അറിയേണ്ടത്? എന്താണ് ലിസി ഇത്? കഴിഞ്ഞ തവണത്തെ പ്രസവത്തോടുകൂടി ഞാനിത് നിർത്താന്ന് പറഞ്ഞതല്ലേ? ഇതിപ്പോൾ എത്രാമത്തെ? 5? 4. 42 വയസ്സായില്ലേ നിങ്ങൾക്ക്? ഈ പ്രായത്തിലൊക്കെ ഡെലിവറി എന്തോ റിസ്ക്കാന്നറിയാവോ നിങ്ങൾക്കും കുഞ്ഞിനും? അത് ഭർത്താവ്. ആ, കർത്താവ് തരുന്നല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നോ? അവസാനം കർത്താവ് വിളിക്കുന്നതിന് മുമ്പേ പോകേണ്ടി വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കർത്താവല്ല ഡോക്ടർ, ഭർത്താവ്. ഭർത്താവാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ? ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെന്താ പറയാത്തത്? ഞാൻ കഴിഞ്ഞ തവണ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യണ്ട കേട്ടോ. ചെല്ല്. ഓൾ റിസൾട്ട് സർ. സാറ വിൻസെന്റ്. ഇരിക്കെ. ഞാനിവിടെ ജോയിൻ ചെയ്ത കാലം തൊട്ടുള്ള പ്രസവമാണ്. പാവം. ആ, ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടുപേരും. കൺഫേംഡ് ആണ്? എനിക്കിത് വേണ്ട ഡോക്ടർ. ഇത് ആക്സിഡന്റൽ പ്രഗ്നൻസിയാണ്, കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ. സാറാ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ഇനി എന്താ ആലോചിക്കാനുള്ളത്? നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യം. ഹലോ, ഇത് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ആലോചിക്കും. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ OP കഴിഞ്ഞിട്ടൊരു കൗൺസിലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി കേട്ടോ.
എടാ നിനക്ക് എത്ര ആളെ കിട്ടുള്ളൂ? അല്ല ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ വിളിച്ചു പറഞ്ഞപ്പോ അത് ഞാൻ പെട്ടെന്ന് എങ്ങനെ എന്റെ മോളെ നീ ഇതുവരെ ഒന്നും എടുത്തില്ലയോ? എന്നതാ ഇത്? കഴിക്കാനൊന്നും ഇല്ലയോ? ഇത് മാത്രമേ ഉള്ളൂ? അയ്യോ അല്ലല്ല, ഇനിയുണ്ട്. ദാ. ആ അതുകൊണ്ട് അങ്ങോട്ട് പോയി. വേറെ ഒന്നും ഇല്ലയോ? ഉണ്ടമ്മ. ഓ എടുക്ക എന്റെ കുഞ്ഞെ ഒന്ന് വേഗം. ആഹാ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചേ. അയ്യോ മോളെ എന്നതായി കാണിക്കുന്നേ? അതൊക്കെ അവളെടുത്ത് വെച്ചോളൂ. മോൾ അവിടെ പോയിരിക്കേ. കൊള്ളാം. ദേ വേഗം എല്ലാം എടുത്തോണ്ട് വാ. മോളെടുക്കല്ലേ? ഞാൻ എടുത്തോളാം. എടുത്തോട്ടോ. വേണ്ടടാ. എനിക്ക് വേണ്ട. ഓ തുടങ്ങിയോ? ആ പ്രാക്ടീസ്. മോള് വാ, നമുക്ക് ബേബിയുടെ അടുത്ത് വാ. ഓ അതൊക്കെ വെച്ചാ ബേബി ഉണരും. വേണ്ട വേണ്ട. ആ ജീവ, എന്റെ ബാഗിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. അത് ബാക്കിയുള്ള നെയ്ബേഴ്സിനും കൂടി കൊടുത്തേക്കേ. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 കഴിഞ്ഞ സാറ ഇനി പ്രസവിക്കുമോ? മോളെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഇതെന്റെ മോള് വെച്ചോ. അതാവേ. തൽക്കാലം അമ്മച്ചി പോകുന്നവരെ അബോഷന്റെ കാര്യം പറയണ്ട. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്കൊരു 6 മാസം കഴിഞ്ഞ് ഷൂട്ട് പ്ലാൻ ചെയ്യാം. രാഹുലും അപ്പോൾ ഫ്രീ ആയിരിക്കും. ഒരു 50-60 ഡേയ്സ് മതിയാവില്ലടോ. 30 ദിവസത്തെ 2 ഷെഡ്യൂൾ. ഇടയ്ക്കുള്ള ബ്രേക്ക് ഉൾപ്പെടെ കൂട്ടിയാലും നമുക്ക് അടുത്ത മഴയ്ക്ക് മുമ്പേ പടം റിലീസ് ചെയ്യാം. വെക്കേഷൻ സീസൺ ആയിരിക്കും. ഇഷ്ടം പോലെ ഫാമിലി പടം ഇറങ്ങുന്ന സമയം. അതിനിടയിൽ നമ്മുടെ ഈ ഒരു ത്രില്ലർ ഓഡിയൻസിന് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സർ, നമ്മുടെ പടത്തിൽ ഫീമെയിൽ ഫോറൻസിക് സർജൻ്റെ ക്യാരക്ടർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പഴയ ആക്ടർ അഞ്ജലി മാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കില്ലേ? അവരിനി ഒരു തിരിച്ചുവരവിന് റെഡി ആവുമോ? ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ സർ. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന് ഭയങ്കര ഹൈപ്പായിരിക്കും. താൻ ട്രൈ ചെയ്തോ? ഞാൻ എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്ത് തരാം. ഓക്കെ സർ. ആ ഉണ്ടടാ, എന്റെ പോർട്ട്ഫോളിയോയിൽ എല്ലാം ഉണ്ട്. ഹൈറ്റും വെയിറ്റും താടി വെച്ച ഫോട്ടോയും ഷേവ് ചെയ്തും എല്ലാം ഉണ്ട്.
നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വാട്സപ്പ് നമ്പർ താ, ഞാൻ അയക്കാം. ആ ശരി, മെയിൽ ഐ ഡിക്ക് മെയിൽ ഐ ഡി ഞാൻ അയക്കാം. നീ അയക്കും, ഞാൻ അയച്ചിട്ടുള്ളൂ. വേണോ? ഞാൻ നിർത്തിയതാ. വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് എല്ലാം പറ്റൂല. കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചായിരുന്നു. നീ ഇപ്പം ഈ ബുക്കൊക്കെയാണോ വായിക്കണേ? അത് വിട്. മീറ്റിംഗ് എന്തായി? 4:30 സമയമുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ അവർ എസ്കലേഷൻ അടിച്ചായിരുന്നേ. ഒരു എസ്കലേഷൻ അല്ലേ അളിയ, അടിക്കട്ടെ. മോളെ അകത്ത് കയറിയിരിക്കോട്ടോ, മേഡം ഇപ്പൊ വരും. ശരി. ഇരിക്കും. ഞാനിപ്പോൾ അങ്ങനെ കഥയൊന്നും കേൾക്കാറില്ല കുട്ടി. മാം, ഇത് മാമിന് പറ്റിയ ക്യാരക്ടറാണ്. മാത്രമല്ല മലയാളികളെല്ലാം മാമിന് തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ താൻ വെറുതെ പറയുന്നതല്ലേ. എന്നെയൊക്കെ ഇപ്പം ആരോർക്കാനാ? അല്ല മാം. എടുക്കൂട്ടോ. വാഷ്റൂം അവിടെയാ. സാവിത്രി അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വാ മോളെ. നല്ലോണം ഛർദിച്ചോ, നല്ലതാ. ഭയങ്കര ഛർദിലാണെങ്കിലേ ഇരട്ടക്കുട്ടികളായിരിക്കും. ഞാൻ ഗൂഗിളിൽ വായിച്ചിട്ടുണ്ട്. തനിക്ക് ട്വിൻസ് തന്നെയാ. മാം, ഞാൻ കഥ പറയട്ടെ? കഥ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ പറഞ്ഞോ. തെയ്ലൻഡിലാണ് നമ്മൾ ഫോറൻസിക് സർജന്റെ പാസ്റ്റ് റിവീൽ ചെയ്യണത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ഹിറ്റ് ആവണമെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു നല്ല ആർട്ടിസ്റ്റ് ചെയ്താലും ഇത് നന്നാവും. അത്രയ്ക്ക് ഡെപ്ത് ഉണ്ട് ഈ ക്യാരക്ടറിന്. മാം പ്ലീസ്, എനിക്ക് മാഡത്തെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. സാറയ്ക്കിപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഒരു 10 മാസം കഴിയട്ടെ. ഈ വീടും കുട്ടികളെയൊക്കെ വിട്ട് എനിക്ക് 3-4 മാസം ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല സാറ്. മാഡത്തെ പോലെ ഇത്ര ടാലൻ്റ് ഉള്ള ഒരാളെ വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞാൽ 2003 തോന്നുന്നു ദാസ് സാർ കലാപം എന്ന് പറയുന്ന സിനിമയുടെ കഥ പറയാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അഭിനയൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അശ്വിൻ അന്ന് 1 വയസ്സ്. ഗംഭീര കഥ, അതിലും ഗംഭീര ക്യാരക്ടർ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആ റോള് റോസ്ലിന് പോയത്. അവർക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ട്രസിന്. അന്ന് എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ആ അവാർഡിനേക്കാളും എത്രയോ വിലയേറിയ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടി. അതൊക്കെ കൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. മോളെ ബാ 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 ബാ, അകത്ത് പോയി കളിച്ചോട്ടോ. ആ, ഇതാണോ കഥ പറയുമെന്ന ആള്? ആ അതെ അതെ. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? നല്ല കഥയാ. ഇവളോട് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാതെ അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് എത്ര കാലമായിട്ട് പറയുന്നതെന്നറിയോ? വല്ല ആഡോ റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടൊക്കെ പോകാൻ ഞാൻ നേരത്തെ സമ്മതം കൊടുത്താ. അതാകുമ്പോൾ കാശും കിട്ടും. പിന്നെ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട നടിയെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള പരാതി അങ്ങ് മാറുമല്ലോ. സാറ് ഭാര്യയ്ക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഹസ്ബൻഡ് ആണല്ലേ? പിന്നെ റെസ്പെക്ട് വുമൺ എന്നല്ലേ? ശരി മാം, ഞാൻ ഇറങ്ങട്ടെ. മാം ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ശരി ശരി ശരി. ഒരു സമ്മതം കൊടുക്കല്.
ഹലോ പപ്പ ഹാപ്പി ആയില്ലേ? ആയില്ലെന്നോ? അവളുടെ ആദ്യത്തെ സിനിമയല്ലടാ. ഈ വാർത്ത കേൾക്കാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. FTFS. സാറാ വേറൊന്നും പറഞ്ഞില്ലേ? വേറെന്ത് പറയാ? ഇതെന്താണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ്, ചികിത്സിച്ചില്ലെങ്കിൽ ഡയബറ്റീസ് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാം എന്നൊക്കെ പറയുന്നതിനായി എന്നോടൊപ്പം ഡോക്ടർ ജോയ്സ് അനുഗ്രഹം, അദ്ദേഹം എറണാകുളത്തെ ഗ്രൂപ്പ് ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റാണ്. അദ്ദേഹത്തോട് ഇതാരാണോ ഈ നേരത്ത്? ആ സാറാ, ദേ പപ്പയും മമ്മിയും അവളെവിടെ? അകത്തുണ്ട്. ആഹാ, ഇപ്പോഴാണോ വിൻസെന്റ് വരാൻ തോന്നിയത്? ഒരു നല്ല വാർത്തയൊക്കെ അറിഞ്ഞിട്ട്. അതെ, പറമ്പിൽ കുറച്ച് പണിക്കാർ നിൽപ്പുണ്ടായിരുന്നു. അതാ അതൊക്കെ വിട്ടേച്ച് വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എന്തേലും ഒരു മധുരം എടുത്തോണ്ട് വരട്ടെ. സന്ധ്യയും പിള്ളേരൊക്കെ എന്താ പറയുന്നു? സുഖമായിരിക്കുന്നു. പിള്ളേരെ കൊണ്ട് വലിയ ശല്യാന്ന് തോന്നുന്നു. രണ്ടും ഭയങ്കര പോക്കരികളല്ലേ, മാനേജ് ചെയ്യാൻ. ഞാനെന്നാ അകത്തോട്ട് ചെല്ലട്ടെ, എനിക്ക് ഇച്ചിരി വർക്കുണ്ട്. നിങ്ങളെന്നാ സംസാരിച്ചിരിക്കും. ഇതെന്താ? ഇത് നിനക്കൊള്ളാം. പപ്പയും മമ്മി ഇത്ര ധൃതി പിടിച്ച് വരേണ്ട കാര്യമില്ലായിരുന്നു. വരാണ്ട് പിന്നെ കർത്താവിനെ 101 മെഴുകുതിരി അന്നിരുന്നേ, അറിയോ? അത് ക്യാൻസൽ ചെയ്തേക്ക്. നീ എന്തോ സാറാ മോളെ പറയുന്നേ? മോളെ മികച്ചല്ലേക്ക് ഞാൻ സംസാരിക്കും. എന്താടേ പപ്പ പറയട്ടെ?